ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ വന്നു. മഴക്കാർ മൂടിയിരിക്കുകയാണ്, കുറച്ച് മഞ്ഞുണ്ട്. ഞാൻ വരയ്ക്കാൻ പോണത് ആ കടയാണ് കേട്ടോ. ഈ കടയാണ് വരയ്ക്കാൻ പോണത്. നമ്മളൊരു തവണ അത് പെൻ ഡ്രോയിങ് ചെയ്യുന്നുണ്ട് സൈക്കിൾ സ്റ്റോറിയിൽ. ഈ കടയാണ് വരയ്ക്കാൻ പോണേ. നമ്മുടെ ചേട്ടൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ കടയാണ്. നല്ല രസമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വരയ്ക്കാം. ഞാൻ ഈ സൈഡിൽ നിന്നാണ് ആദ്യം വരച്ചത്. ഇന്ന് അവിടെ നിന്നിട്ട് തന്നെ വരയ്ക്കണേ. ഓക്കെ, അങ്ങനെ രസമല്ലേ? ഏത് സൈഡിൽ നിന്ന് വെച്ചാൽ അടിപൊളിയാവും. ഇവിടെ അടുത്ത് ഇത്രയും ചെറിയൊരു കട, നല്ല രസമുള്ളൊരു കാണാൻ ചന്തമുള്ളൊരു കട ഇത് മാത്രമാണ്. ഈ ഒരു ആംഗിളിലാണ് നമ്മൾ വരയ്ക്കാൻ പോകണം കേട്ടോ. ഇവിടെ എല്ലാം സെറ്റപ്പൊക്കെ റെഡിയാണ്. ബാഗെല്ലാം റെഡിയാണ്. ഇവിടെ ഫ്രഷ് റോഡ് സൈഡാണ്. ഇവിടുന്ന് വരയ്ക്കാം കേട്ടോ. നേരത്തെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, സമാധാനത്തോടെ വരയ്ക്കാം. വെയിൽ വന്നിട്ടില്ല. വെയിലൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക. ഒരു മഞ്ഞ് ഓടിക്കണ ഒരു ഫെയ്ഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്കെച്ചൊക്കെ ചെയ്യുമ്പോഴേക്ക് കുറച്ച് വെയിൽ വരുന്നുണ്ടാവുന്നില്ല. പക്ഷേ മഴക്കാറായതൊന്നും ചിലപ്പോൾ വരില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വെളിച്ചെട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട്, ഇവിടെ വരച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അന്ന് ആഫ്റ്റർനൂണാണ് വരച്ചത്. അന്നും ഇങ്ങനെ ഒരു വെളിച്ചിട്ടുണ്ടാവില്ല. മോർണിംഗ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിരുന്നു, ആ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ റെഫറൻസ് വെച്ച് വരയ്ക്കാം. നമുക്ക് വെളിച്ചമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വെളിച്ചം അതിൽ ആഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ കുറേ പെൻ ഷെയ്ഡിങ്ങും ഒക്കെ ചെയ്താൽ മതി. അതിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തമ്പനെയിൽ സ്കെച്ച് ചെയ്യാം. നമ്മൾ ഈ വരയ്ക്കാൻ തുടങ്ങുന്ന തമ്പനെയിൽ സ്കെച്ച് ചെയ്തിട്ട് എവിടെയൊക്കെ ലൈറ്റ് വരുന്നത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ ചെയ്യാം. ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ലൈറ്റും ഒക്കെ ആഡ് ചെയ്യാനാണ് പ്ലാൻ. സ്കെച്ച് ചെയ്ത് തുടങ്ങി. നമ്മൾ സ്കെച്ചിങ് കഴിഞ്ഞു. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ കാണുന്ന അടുത്താണ് കാണണമെങ്കിൽ പോലും തന്നെ കുറച്ച് ദൂരേക്ക് ആക്കാനുള്ള പ്ലാനാണ്. അത് കുറച്ച് ദൂരെ തോന്നിപ്പിക്കുന്ന പോലെ കുറച്ച് ഫെയ്ഡായിട്ട് ഇട്ടിട്ട് അടുത്തുള്ള കുറച്ച് മരങ്ങളും പിന്നെ ഈ ഒരു ഷെഡിനെയും വരയ്ക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ സ്കെച്ചിങ് നിങ്ങൾ കണ്ടല്ലോ, ടൈം ലാപ്സായിട്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്കത് കുറേ സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ്, ഡീറ്റെയിലായിട്ട് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ സമയം എടുക്കും സ്കെച്ച് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ടൈം ലാപ്സ് ഇട്ടത്. നിങ്ങൾ സ്കെച്ച് ചെയ്ത് നോക്കൂ. എൻ്റെ പെൻ ഡ്രോയിങ് ഞാൻ കാണിക്കാം അതിൻ്റെ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ എൻ്റെ പെൻ ഡ്രോയിങ് ചെയ്തത് ഏകദേശം അതേ രീതിയിൽ തന്നെ അത് പെയിൻറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഞാൻ കാണിക്കാം. സൈക്കിൾ സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാനിവിടെ സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് വരച്ച് നോക്കാം. അങ്ങനെ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾ അതെന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും റെഗുലറായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. ഇതിൽ നമ്മൾ കാണുമ്പോൾ ആ വൈറ്റ് ഇത് കാണുന്നുണ്ട്, ഈ മതിലല്ല, അതിൻ്റെ അപ്പുറത്തൊരു വൈറ്റ് ചെറിയ ഇത് കാണുന്നുണ്ട്. അത് കുറേ ദൂരമായിട്ട് വരയ്ക്കാൻ, ആ ഒരു പാർട്ട് ദൂരമായിട്ടും ഈ മരങ്ങളൊക്കെ കുറച്ച് അടുത്തായിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഇവിടെ കുറച്ച് ഡാർക്ക് ഭാഗം കണ്ടോ. അപ്പോൾ അതിനെ ആ ഒരു വൈറ്റ് ചുവര് തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഓടിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചം കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ഇടുന്നത് നന്നായിരിക്കും. പാലറ്റ് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ, പാലറ്റ് കൂടി കാണാൻ നേരിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ടൈം ലാപ്സ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ ഇത് റിയൽ ടൈമിൽ എഡിറ്റ് ചെയ്താണ്, റിയൽ സ്പീഡിലുള്ളതാണ്. പക്ഷേ ആരും അങ്ങനത്തെ വീഡിയോ കാണാൻ താല്പര്യപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ ടൈം ലാപ്സ് ആക്കി മാറ്റുന്നത്. അതിലെനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വീഡിയോകൾ എങ്ങനെയല്ലായിരുന്നു. ആരെങ്കിലും കാണാനുണ്ട്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, അയക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമല്ലേ. പക്ഷേ അതൊന്നുമില്ല. ആൾക്കാർ കാണുന്നുണ്ട്, ഞാൻ എഫേർട്ട് കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ. അവർ റെഗുലറായിട്ട് കാണുന്നുണ്ട്, അവർ കമൻ്റ് ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷം. ഇതൊരു സത്യത്തിലൊരു എൻ്റെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഔട്ട്ഡോർ പോയി വരയ്ക്കുക എന്നുള്ളത്. അതിൽ മൊത്തത്തിൽ സന്തോഷമാണെന്ന് വെച്ചാൽ ഒരു പഠനം കൂടിയാണ്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അത് വരയ്ക്കുന്നതും പാടുന്നതും അഭിനയിക്കണമൊക്കെ. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് പോയി ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, നിങ്ങളൊരു കമൻ്റ് ഉണ്ടാകുമ്പോൾ സന്തോഷം, അതൊക്കെ ഉള്ളൂ. നിങ്ങളെ മൊത്തത്തിൽ വാർത്തകൾ പഠിപ്പിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും എനിക്കൊരു ആഗ്രഹമില്ല. അങ്ങനെ നടക്കില്ല, ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോളജ് തരാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എൻ്റെ ഒരു പഠനവും അതിൻ്റെ ഒപ്പം നിങ്ങൾക്കും ഒരു നോളജ് തരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരോ പാർട്ടായിട്ട് പെയിൻറ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണുള്ളത്, വൈഡായിട്ടല്ല എന്നുള്ളത് തന്നെ. നമ്മൾ ഡീറ്റെയിലിങ് നല്ല സംഭവമായിട്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇതൊരു പെർസ്പെക്റ്റീവിലുള്ളതാണ്, പെർസ്പെക്റ്റീവ് ശ്രദ്ധിക്കണം. അപ്പോൾ പെർസ്പെക്റ്റീവ് ദൂരെയുള്ള ഭാഗങ്ങൾ അധികം ദൂരമല്ല,
പക്ഷേ നമ്മളിവിടെ അതിന് ദൂരം കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാലം ബ്ലറാക്കി വിടണം. ഇപ്പം ഞാൻ ഓരോരോ പാർട്ട്, അതായത് ചുമര്, ഓട്, ഷീറ്റ്, അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവങ്ങൾ, ചെടി, അങ്ങനെ ഓരോരോ പാർട്ടിനെ ഇങ്ങനെ പെയിന്റ് ചെയ്ത് വിടുകയാണ്. ഇനി ഇതിനൊക്കെ നമുക്ക് നെഗറ്റീവ് പെയിന്റിംഗ് വെച്ച് ചെയ്യാനുള്ള ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. റോഡിന്റെ ഭാഗമൊന്നും നെഗറ്റീവ് പെയിന്റിംഗ് ഇല്ലെങ്കിൽ പോലും അത് അതിന്റെ പാർട്ടായിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്ത് പോവാണ്. ഇനി ഇതൊക്കെ നമുക്ക് അടുത്ത ഡാർക്ക് ലെയർ നെഗറ്റീവ് പെയിന്റിംഗ് ചെയ്യുന്ന സമയത്താണ് തെളിഞ്ഞു വരിക. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കൂടുതൽ നെഗറ്റീവ് പെയിന്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഫ്ലാറ്റ് ബ്രഷുകൾ ഉപയോഗിച്ചിട്ട് ഓരോ ഷേപ്പുകളിൽ കളർ ഫിൽ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് കളറൊക്കെ പെയിന്റ് ചെയ്തതിന് ശേഷം പിന്നെ അതിന്റെ ഉൾഭാഗം ഡാർക്കായി പെയിന്റ് ചെയ്യാണ് ചെയ്യുക. ഇത് 440 GSM ചിത്രപ്പട്ട് പേപ്പറാണ്, ക്യാമലിന്റെ വാട്ടർ കളറാണ്. നല്ല രസമായിട്ട് ചെയ്തൊരു വർക്കാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മുഴുവൻ കാണാനായി ശ്രമിക്കുക. നിങ്ങൾ കമന്റ് ഇടാൻ പറ്റുകയാണെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആൾക്കാരും ക്ലാസ് താല്പര്യമുണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഇത്രയും എഫേർട്ട് എടുക്കണമെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ അതിൽ കൂടുതൽ എഫേർട്ടാണ്. എനിക്ക് വരയ്ക്കാൻ അധികം സമയം വേണ്ടി വരില്ല. എഡിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുറേ എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അത്രയും എഫേർട്ട് ഇട്ട് ആൾക്കാർ കാണാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ. പക്ഷേ എൻ്റെ ഒരു ജീവിതം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഉപകാരം ചെയ്യണമെന്നില്ല. എപ്പോഴെങ്കിലും ആൾക്കാരും കണ്ടാൽ ഉപകാരപ്പെട്ടെങ്കിലോ. അപ്പോൾ നമ്മളവിടെ ചുമര് വരച്ച് കാണാം. അതിൽ ഒരു പച്ചപ്പൊക്കെ പിടിച്ചത്, പച്ചപ്പല്ല, ഇപ്പോൾ വേനൽക്കാലം അങ്ങനെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ ചളി പിടിച്ച ആ പച്ചപ്പ് ഉണങ്ങിപ്പോയിട്ടുള്ള ഡാർക്കൊക്കെ വരയ്ക്കണേ. അവിടെ ഒരു ചാല അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ആ ചാലിൻ്റെ മുകളിലാണ് ഈ ഒരു ഷീറ്റ് നിൽക്കണേ, അതായത് ഷെഡ് നിൽക്കണേ. അപ്പോൾ ആ ഷെഡിനെ അങ്ങനെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഡാർക്കായി ചേർത്തു. ആ ദൂരേക്ക് എത്തുമ്പോൾ തന്നെ മതിലിൻ്റെ ഭാഗത്തേക്ക് ലൈറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. റോഡിന്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഗ്രേ ചേർക്കണം. ഗ്രേ ആണ് ചേർക്കുന്നത്, പെയിന്റ് ഗ്രേ ആണ് ചേർക്കുന്നത്. ആ വെളിച്ചം വീടിന്റെ ഭാഗത്ത് കുറച്ച് നേപ്പിൾസ് ചേർത്തിട്ടുണ്ട്. മുഴുവനായിട്ട് പെയിന്റ് ചെയ്യില്ല. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. ഈ കോർണർ വേണമെങ്കിൽ എനിക്ക് ഫില്ല് ചെയ്യാം. റോഡ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യാം. ഞാൻ ഇരിക്കുന്ന ഭാഗം വരെ റോഡ് ഫില്ല് ചെയ്യാം. പക്ഷെ അവിടെ ഫില്ല് ചെയ്യാതെ ആ ഒരു അബ്സ്ട്രാക്ട് സ്റ്റൈൽ വിടും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ വീടും അല്ല ആ ചായക്കടിയും അതിന്റെ പുറകുവശം വരുന്ന ഭാഗം ആണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. അതിന്റെ ബാക്ക് സൈഡും അതും നന്നായി നിർത്തിയിട്ട് ഫ്രണ്ട് സൈഡിൽ എനിക്ക് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കി ചെയ്യണ ഒരു ഇതാണ്. അത് നമുക്ക് പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം. കുറെ ബ്ലാങ്ക് സ്പേസ് ഉള്ള പോലത്തെ ഫീൽ ഉണ്ടാക്കും. അവിടെ ദൂരത്തുള്ള ഒരു ഇതിനെ കുറച്ച് മഴക്കാലം കൂടി പറഞ്ഞാൽ ഇൻഡിഗോ ആണ് ഉപയോഗിച്ചത്. പിന്നെ കുറച്ച് ബ്ലറായിട്ട് നമുക്ക് മരങ്ങളെ വരയ്ക്കണം. കാരണം ദൂരത്തുള്ളതാക്കി തീർക്കണം. അവിടെ നമുക്ക് അങ്ങനെയല്ല. ശരിക്കും നോക്കുമ്പോൾ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമ്മളവിടെ ബ്ലറായി നിർത്താൻ വേണ്ടി വെറ്റോൺ വെറ്റ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ താഴെ ഒളിച്ച് വരുന്നുണ്ടാവും. ശരിക്കും വെറ്റോൺ വെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പരത്തിയാണ് വെക്കണമെങ്കിൽ കുറച്ചുകൂടി വേറൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പേപ്പർ വെക്കുന്ന രീതിയൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ തവണ നമ്മൾ പേപ്പർ വെക്കുന്നതും ഏത് രീതിയിലുള്ള പെയിന്റിങ് ചെയ്യണമെന്ന് ഇവിടെ നമ്മൾ ആദ്യം പെയിന്റ് ചെയ്തതിന്റെ മുകളിലേക്ക് ഒലിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെക്കുന്ന സമയത്ത് അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു തന്നത് നമ്മളിപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ദൂരെയുള്ള ഒരു ബ്ലറായി തുടങ്ങി. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെറ്റോൺ വെറ്റനെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അവിടെ മരങ്ങളൊക്കെ വെച്ച് ഡീറ്റെയിൽ ആക്കണം. അപ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ഒരു പോസ്റ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് മറവായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഈ വീടിന് നേരെ പുറത്തന്നെ, ഈ ഒരു ചായക്കടയുടെ നേരെ പുറത്തന്നെ. അതിനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തുള്ള ഒരു പോസ്റ്റ് നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഒരു ഫോട്ടോഗ്രാഫർക്ക് അങ്ങനെ മാറ്റം വരുത്താൻ പറ്റില്ലോ. അദ്ദേഹത്തിന് അവിടെ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആർട്ടിസ്റ്റിന് അത് പറ്റും. അതായത് കോമ്പോസിഷനിൽ നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിനെ നന്നാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മാറ്റം പറ്റി എന്തൊക്കെയാണ്? ദൂരൊക്കെ അത്രയും ദൂരം അല്ലാത്തതുകൊണ്ട് തന്നെ പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയും ദൂരം അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതിനെ ദൂരാക്കി മാറ്റുക. അവിടെ പോസ്റ്റിനെ കളഞ്ഞു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യണത്. ഇവിടെ ആ ഒരു ലൈറ്റാണ് അത് ഞാൻ വരയ്ക്കുക, ട്യൂബ് ലൈറ്റ്. അവിടെ ട്യൂബ് ലൈറ്റ് വൈറ്റ് ആയിട്ട് വിട്ട് ചെയ്യണം. ഇങ്ങനെ പലപ്പോഴും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നല്ല സമയം എടുക്കും. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോകൾ ഇത്രയും ലെങ്ത് വരുന്നത്. പലപ്പോഴും ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകൊണ്ടാണ്. പല ആൾക്കാർ യൂട്യൂബ് വീഡിയോ കണ്ടാൽ അറിയാം അവർ പെട്ടെന്ന് ചെയ്യും, പെട്ടെന്ന് തീർക്കുന്നത് എങ്ങനെയാ. അവര് ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് അവിടെ നിർത്താതെ അതിനെ ഫുള്ള് പെയിന്റ് ചെയ്ത് വിട്ടിട്ട് ഒറ്റയടിക്ക് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് പെയിന്റ് ചെയ്തിട്ട് പിന്നെ വൈറ്റ് കളർ കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുക. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ വൈറ്റ് വിട്ട് ചെയ്യാന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സമയം എടുത്ത് നല്ല എൻ്റെ ഒരു മനസ്സിന് സമാധാനത്തിന് ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യണം. ലെമൺ യെല്ലോ, പെർമനന്റ് ഗ്രീനെ തുടങ്ങിയ നിറങ്ങളാണ് ഉപയോഗിച്ചത്. പിന്നെ നേരെ താഴത്തിന്റെ കുറച്ച് സാബ് ഗ്രീനിൽ കുറച്ച് പെയിൻസ് ഗ്രേ മിക്സ് ചെയ്ത് ഡാർക്ക് ഉപയോഗിക്കുക. അപ്പൊ മുകളിലുള്ള ഒരു ലൈറ്റ് കളർ വാഷ് ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ടില്ല. അത് ആ ഡാർക്കിങ്ങനെ ഒലിച്ച് വന്നിട്ട് ഒരു എഫക്ട് ഉണ്ടാവും. അവിടെ എനിക്ക് മരങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പരീക്ഷിച്ച് കൂടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പെയിന്റിങ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഓരോ പെയിന്റിങ്ങുകളും ഓരോ പരീക്ഷണങ്ങളായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഓരോ ടെക്നിക്ക് ഓരോ പെയിന്റിങ്ങിലും വ്യത്യസ്തമായിട്ട് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും റിയൽ ആയിട്ട്. അത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്, എൻ്റെ പഠനം കൂടിയാണ്. നിങ്ങളും അതിൻ്റെ കൂടെ പഠിക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ ഈ ഇതിൽ പറയില്ല. വേറെ യൂട്യൂബ് വീഡിയോയിൽ നോക്കിയിട്ട് ഞാനൊരു കണ്ടന്റ് ഇവിടെ ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഈ ചാനലിൽ പറയൂ. അതുകൊണ്ട് തന്നെ അത് ലെങ്തി ഉള്ളതാവും, പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ആരുടെയും കോപ്പി അടിക്കാത്തതുകൊണ്ട് എൻ്റെ അനുഭവങ്ങളെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലോ. അങ്ങനെ പല കാരണങ്ങളും ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക.
അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട്. നിങ്ങൾ കാണാന്നുള്ള ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടൊരു കമന്റ് ഇട്ടാൽ തന്നെ വലിയ സന്തോഷം. അത്രയ്ക്ക് പ്രതീക്ഷിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുക പോലും ഇല്ല. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാര്യമായി. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിലാണ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുക്കുക. അത് കുറേ ദൂരത്തുള്ളൊന്നും ഡീറ്റെയിൽ ചെയ്യില്ല, അടുത്തുള്ള കുറച്ച് മരങ്ങളെ മാത്രം ഡീറ്റെയിൽ ചെയ്യാം. ബാക്കിയൊക്കെ വെറ്റ് ഓൺ വെറ്റായിട്ടാണ് ചെയ്തിരുന്നത്. ഓരോ രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റും. അതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ് ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പേടിച്ച് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ലെയറിൽ ഡീറ്റെയിലിംഗ് കൊണ്ടുവരുമ്പോൾ നമുക്കതിനെല്ലാം ശരിയാക്കാം. ഫസ്റ്റ് ലെയറിൽ ഹൈലൈറ്റൊക്കെ കൊണ്ടുവരണമെങ്കിൽ അത് മാത്രം ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അയക്കൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ചേട്ടൻ വന്നിരിക്കുന്നുണ്ടോ? അതേ സ്ഥാനത്ത് നമ്മളിവിടെ ആളെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചില്ല. എന്താ ഒരാൾ വന്നിരിക്കുന്നൊരു പ്ലാനിൽ ഫിറ്റ് ചെയ്താണ്. അപ്പോൾ ഒരാളുണ്ടാവില്ല, പേപ്പറൊക്കെ പിടിച്ചിരിക്കുന്ന ആളെ വെച്ചിട്ടുണ്ട്. ആദ്യം മുൻകൂട്ടി കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യാം. ഇവിടെ ടൈം ലാപ്സ് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇവിടെ മരത്തിന്റെ ഭാഗം ആ പെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ഭാഗം റഫായിട്ട് ചെയ്യാണ്. ഡ്രൈ ബ്രഷ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യില്ല. അവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒറിജിനൽ ആയിട്ട് കാണുന്ന ഭാഗങ്ങളിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് മരങ്ങളുണ്ട്, കുറച്ച് ഇലകളൊക്കെ ഡീറ്റെയിൽ ആക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. വളരെ കുറച്ച് കൊമ്പുകളൊക്കെ വളരെ റഫായിട്ടാണ് ചെയ്യുന്നത്. ചിലതൊക്കെ വെറ്റ് ബ്ലറായിട്ട് പോയത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതിന്റെ ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. അതായത് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഡെപ്ത് ഓഫ് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതേ ടെക്നിക്കാണ് നമ്മൾ വെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി പോകും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചായക്കട നല്ല പ്രൊമിനന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക. ചായക്കടയുടെ റൂഫിന്റെ ഭാഗങ്ങളിൽ കാണാം കുറച്ച് ഡാർക്കായ ഓടുകളും ഒക്കെയാണ്. അപ്പോൾ അത് ആ ഒരു സ്കാർലറ്റും പെയിന്റ് ഗ്രേ മിക്സ് ചെയ്തു. പിന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റിന്റെ മുകളിൽ കുറച്ച് ഷാഡോ ഇട്ടു. അങ്ങനെ ചെറിയ ഡീറ്റെയിൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലെയറുകളൊക്കെ കുറെ സമയം എടുത്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ റിയൽ ടൈമിൽ കാണിക്കുമ്പോൾ കുറെ സമയം എടുക്കും. 1.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ചെയ്യണേ. അവിടെ ഡാർക്ക് ലെയർ ചേർക്കുന്നുണ്ടോ? പെൻസിൽ ഉപയോഗിച്ചാണ്. ഈ ലെയറിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണത്. ആദ്യം നമ്മൾ ഇട്ട് പോയ ഓരോ ഷേപ്പുകൾ, കളറുകൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയാണത്. ഇതാണ് നെഗറ്റീവ് പെയിന്റിങ് പറയുന്നത്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർഗ്രൗണ്ട് ഉള്ള സാധനങ്ങൾ തെളിഞ്ഞു വരും. ഇപ്പോൾ ആ ചെടിയെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പച്ചക്കളർ ആദ്യം ഇട്ട് പോയി, അതിന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചുമരിലുള്ള കളർ വയ്ക്കുമ്പോൾ അത് തെളിഞ്ഞു വരുന്ന കാണാം. അങ്ങനെ ആദ്യമായിട്ട് ലെയറിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ലെയർ എത്തണം. അങ്ങനെ ഒരു കാര്യം വാട്ടർ കളറിനുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്ലാനിങ് അത് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മൾ നെഗറ്റീവ് പെയിന്റിങ് കൂടുതൽ ചെയ്ത് പഠിച്ചാൽ വാട്ടർ കളറിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ചേച്ചി ഒന്ന് സംസാരിക്കേണ്ട, അതിൻ്റെ ഇടയിൽ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് അതൊക്കെ പഠിക്കണം. നമ്മൾ ഡീറ്റെയിലിംഗ് എടുക്കുകയാണ്. ചായക്കട ഡീറ്റെയിൽ ചെയ്ത് തുടങ്ങി, ഓടിന് ഭാഗം ഡീറ്റെയിൽ ചെയ്ത് വന്നു. ഇനി ആ ഷീറ്റിന്റെ മുകളിൽ വരുന്ന ഒരു ഷേഡോ ഉണ്ട്. അവിടെ വൈറ്റ് കളറിലെ ഒരു ഷീറ്റ് വെച്ചിരിക്കുന്നുണ്ടോ, അലുമിനിയം ഷീറ്റ് എന്തോ വെച്ചിരിക്കുന്നത്, അതിന്റെ ഷാഡോ ആണ് അതിന്റെ മുകളിൽ വരുന്നത്. അത് കൂടാതെ അതിന്റെ ചുളിവ് അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ ചുരുട്ടി കെട്ടി തൂക്കിയിട്ടുണ്ടാവില്ല, അങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ക്യൂട്ടാണ് ഈ ഒരു കട. ഞാൻ ഇടയ്ക്ക് ഒരു ചായ കുടിക്കലുണ്ട്, പക്ഷെ എപ്പോഴൊന്നും ചായ ഉണ്ടാവില്ല അവിടെ. ചേട്ടന്റെ കടയാണ്, ചേട്ടനും ചേച്ചിയും നടത്തുന്നതാണ്. അവിടെ ചേട്ടനെ വരച്ചിട്ടാണ്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആക്കാനുള്ള സൈസ് ഇല്ല, വളരെ ചെറുതാണ്. പിന്നെ പ്രത്യേകിച്ച് റഫ് ആയിട്ടുള്ള പേപ്പറിൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ. അവിടെ ഒരു പഴക്കലുണ്ട്, അവിടെ എന്തോ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട്, കുറച്ച് എന്തൊക്കെയോ പാക്കറ്റ് തൂക്കിയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അതിന്റെ ഷാഡോയും ലൈറ്റും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഒരു എന്താ പറയുക, ഒരു ഫോട്ടോ പോലെ നമ്മൾ ഇതിനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിനെ ഒരു അബ്സ്ട്രാക്ട് രീതിക്ക് മാറ്റുമ്പോൾ നമുക്കൊരു എന്താ ഇംപ്രഷനിസം ആണ് പറയേണ്ടത്. ആളെ വരയ്ക്കണുണ്ടോ? ആളെ വരയ്ക്കുന്ന ഒറ്റ ലെയറേ ഉള്ളൂ. ലെയറിൽ തന്നെ വെറ്റ് അതിലും വെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ലൈറ്റും ഷെയ്ഡും ഒറ്റ ലെയറിൽ തന്നെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പ്രൊമിനന്റ് ആയിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ, പക്ഷെ അതൊന്നും ചെയ്യണില്ല. ഔട്ട്ഡോർ പോണ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കണം. പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ ആവില്ല. ഓക്കെ, അപ്പോൾ ചെറിയ ബ്രഷ് എടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യാം. അതിനുള്ളിലുള്ള ആ ഒരു വാതിലിന്റെ മുകളിൽ 2 ലൈൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും. ഓടിന്റെ മുകളിലെ ഡാർക്ക് ലൈൻസ്, അതിന്റെ ചുളിവ്, ആ ഒരു ഇതിന്റെ മുകളിലെ പടവിന്റെ മുകളിലെ ലൈനുകൾ, അതൊക്കെ വരയ്ക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ആണ് തോന്നും. എന്നാൽ റിയലിസ്റ്റിക് ആണ് അങ്ങനെയിട്ട് അല്ലേനും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് വാട്ടർ ചെയ്യണത്. പലരും വെറ്റ് ചെയ്തിട്ട് പിന്നെ ഒറ്റ ലെയറിൽ വെറ്റ് മൊത്തം പെയിന്റ് ചെയ്ത് പിന്നെ അതിന് മാത്രം കുറച്ച് ഡീറ്റെയിൽ ആക്കുന്ന പരിപാടി ഉണ്ട്. ഞാൻ അങ്ങനെയല്ല ചെയ്യല്. എനിക്ക് ചില കാര്യങ്ങൾ കുറച്ച് ഫോക്കസ്ഡ് ആവണം എന്ന് താല്പര്യമുണ്ട്. ഓരോരുത്തരുടെ പെയിന്റിങ് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ കളർ വ്യത്യസ്തമായി നിൽക്കണേ. നിങ്ങൾ ആ ഒരു പെയിന്റിങ്ങിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഇതിനെ തന്നെ വേറെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. പല രീതിയിൽ അത് പിന്നെ കുറച്ച് ദൂരേക്കിട്ട് വരയ്ക്കാൻ പറ്റും ഈ കടേനെ. അപ്പോൾ അത് വേറൊരു സുഖം. ഒരു ഓട്ടോറിക്ഷ വേണ്ട ഫിക്സ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ കോമ്പോസിഷനിൽ വ്യത്യാസം വരും, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. അതൊക്കെ
നമ്മൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. പുറത്ത് പോയിരിക്കും പലപ്പോഴും നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് ആണ്. ആൾക്കാരൊന്ന് സംസാരിക്കും, പിന്നെ ആൾക്കാർ നോക്കി പോകുമ്പോൾ ചിലരൊക്കെ കമന്റ് അടിക്കും. അതൊക്കെ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യണം. റിഗർ ബ്രഷ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ചേർക്കുന്നുണ്ട് എല്ലാം ലാസ്റ്റ് ലെയറിൽ അത് ഭയങ്കര ഉപകാരപ്പെടും. ഈ ഒരു ലെയർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലെയർ ആണിത്. അതുകൊണ്ട് തന്നെ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആക്കണേ. ഇത് ഡീറ്റെയിൽ ആക്കണേ നിങ്ങൾക്ക് റിയൽ ടൈം കണ്ട ഭ്രാന്താവും ചിലപ്പോൾ. കാരണം ചെറിയ ചെറിയ ലൈനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ സമയം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് കുറേ സമയം എടുക്കുക. അതുകൊണ്ടാണ് ഈ ടൈം ലാപ്സ് ആയിട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോണമെന്നുണ്ട്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഞാൻ റിയൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അവിടെ ഒരു റൂഫിന്റെ മുകളിൽ നിന്ന് വരുന്ന ഷാഡോസ് അവിടെ വരച്ചത്, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സിമെന്റ് ചുമരിന്റെ മുകളിൽ നമ്മൾ ആ ഷാഡോസ് വരച്ചു റഫായിട്ട്. കുറച്ചുകൂടി ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ റിഗർ ബ്രഷ് ഉപയോഗിച്ച് വരച്ചു. മൈന്യൂട്ട് കാര്യങ്ങളാണ് കേട്ടോ, എല്ലാവരും രസം ഉണ്ടാക്കും അതൊക്കെ. ഇന്നത്തെ വര കഴിഞ്ഞു, കാണാൻ പറ്റുന്നുണ്ടാവും. അതാണ് വരച്ചത്. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചറിയാം. ദൂരെ നമുക്ക് കുറേ ഡാർക്കായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ സ്ഥലം കൂടി ഫില്ലാക്കിയാൽ ഇത്രയും രസം ഉണ്ടാവില്ല, ഒരു ബാലൻസ് ആവാത്ത പോകും. ഇതിപ്പോൾ സൈഡിലേക്ക് കുറച്ച്, ഈ സൈഡ് മൊത്തം കുറച്ച് ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് ഈ സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്, റൈറ്റ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു റെഡ് കളർ, ചെറിയ റെഡ് കളറൊക്കെ ഉണ്ടാകും. ചെറിയ ഭാഗങ്ങളൊക്കെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല, എന്നാൽ ആ കളർ കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വെറുതെ ഒരു യെല്ലോ കളർ മാത്രമേ ഇട്ടുള്ളൂ ആ ഒരു പഴക്കൊലയ്ക്ക്. അപ്പോൾ അത് ആദ്യത്തെ ലെയറിലിട്ടിട്ട് അതിനെ കട്ട് ചെയ്ത് നിർത്തി. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ ആളെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നതിന് പക്ഷേ അത് പറ്റിയില്ല. ബാക്ക്ഗ്രൗണ്ട് അറിയാം, നമ്മൾ അത്യാവശ്യം നല്ല ഡാർക്കായിട്ട് അത് ഒറ്റ ലെയറിൽ അവസാനിപ്പിച്ചാണ്. പിന്നെ ഈ ഒരു മരങ്ങളെ തടി മാത്രമേ നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്തോളൂ. ഓരോ സമയത്തും ഓരോ തരത്തിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പ്ലെയിൻ എയർ വരുന്ന സമയത്ത് കളറുകൾ പലരും ന്യൂട്രൽ ടോൺ മാത്രം പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെയല്ല, ആ സാഹചര്യം എന്താണോ അതിനനുസരിച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യം കണ്ടോ, അത് ഫസ്റ്റ് ലെയറിൽ തന്നെ വൈറ്റായിട്ട് ഒഴിവാക്കിയതാണ് അവിടെ പെയിൻറ്റ് ചെയ്തപ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഈ പോസ്റ്റിൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ മെയിൻ സംഭവമൊന്നുമല്ല, പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു എല്ലാ സുഖമുണ്ട്. പേപ്പർ വൈറ്റ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്നത് വല്ലാത്ത ഗുണമാണ്. വൈറ്റ് ടച്ച് യൂസ് ചെയ്യാം, പക്ഷേ ടച്ച് ചെയ്യാൻ പാടില്ലാതൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട്. കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ വണ്ടികൾ വരുന്ന സ്ഥലമായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് കാണാം. ഓക്കെ, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണ് കാണണമെങ്കിൽ, ഇൻസ്റ്റാഗ്രാം നമുക്ക് അറിയുമെന്നറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ ജഗദീഷ് വാട്ടർ കളർ എന്നാണ് പേര്, യൂട്യൂബിൽ ജഗന്നാട്ട് എന്നാണ്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ചേർക്കാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം. കാത്തിരിക്കാം.